രാവിലെ കണ്ണൂര് CPM-ൽ നിന്ന് കൈവിട്ട് പോകുന്ന രീതിയിലാണ് പോകുന്നത്. കണ്ണൂരായിരുന്നു അവരുടെ ശക്തി കേന്ദ്രം. പക്ഷെ അവിടെ ഒരു ഇളക്കം തട്ടിക്കഴിഞ്ഞു. വിമതർ തന്നെ മത്സരിക്കാൻ ഇറങ്ങി. കൊല്ലവും ശരിക്കും പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. കശുവണ്ടി തൊഴിലാളികളുടെ നാട്, വിപ്ലവം ഉറങ്ങുന്ന ഭൂമി കൊല്ലം. അപ്പോൾ കൊല്ലത്ത് ഇത്തവണ തദ്ദേശ ഇലക്ഷനിൽ ഒരിക്കലും കരുതാത്തില്ല. കോർപ്പറേഷൻ എത്രയോ കൊല്ലമായിട്ട് CPM ഭരിക്കുന്നതാണ്. കൊല്ലത്ത് CPM-ന്റെ കയ്യിൽ നിന്ന് പോകുന്നു. അപ്പൊ ഭരണവിരുദ്ധ വികാരം ശരിക്കും കൊല്ലത്ത് ഉണ്ടാകുമോ? എന്താ തീരും? അല്ല, നമ്മൾ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് തെളിയുന്നത് ഒന്നുകിൽ കണ്ണൂരായിരിക്കും അല്ലെങ്കിൽ കൊല്ലത്തായിരിക്കും. കൊല്ലത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. കൊല്ലത്തിന്റെ ഒരു കിടപ്പനുസരിച്ച് അവിടെയാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയും കണ്ണൂരായിരുന്നു പാർട്ടി കോട്ട എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പാർട്ടി കോട്ടയൊന്നും അല്ല കണ്ണൂര്. പക്ഷെ കൊല്ലമാണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി കോട്ട എന്ന് വേണമെങ്കിൽ പറയാൻ. ശക്തി കേന്ദ്രം. ഇവിടെ CPM ആണെങ്കിലും CPI ആണെങ്കിലും ശക്തമാണ്. തൊഴിലാളികളുടെ ഇപ്പോ CPI-യിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പിളർന്നു പോകുന്നത് CPM-ലേക്കാണ്. CPM-ൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ പോകുന്നത് CPI-യിലേക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ അവിടെ കോൺഗ്രസിന് വലിയ പ്രാധാന്യമില്ലാതെ നേതാക്കളെ കടവൂർ ശിവദാസനും പിന്നെ ഈ പറയുന്ന രീതിയിൽ പത്മരാജനും ഒക്കെ ഒരു സമയം. ഏകദേശം കൊല്ലത്ത് 11 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇപ്രാവശ്യത്തെ ഒരു കണക്കനുസരിച്ച് കോൺഗ്രസ് കൊല്ലത്തെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഒരു കൊല്ലത്തിന്റെ ഒരു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് യഥാർത്ഥത്തിൽ ഈ തദ്ദേശം കഴിഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ കൊല്ലത്ത് ആകെ കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്ന് കരുനാഗപ്പള്ളി CR മഹേഷ് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പിന്നീടുള്ളത് കുണ്ടറയില് PC വിഷ്ണുനാഥാണ്. നമുക്കറിയാം ആ സമയത്തായിരുന്നു ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മേഴ്സിക്കുട്ടി അപ്പം തോറ്റുപോകുന്നത്. അപ്പോൾ അവിടെ PC വിഷ്ണുനാഥ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസ് ഏതാണ്ട് ഈ തവണയും പിടിച്ചു നിർത്തുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കിട്ടുന്നൊരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. PC വിഷ്ണു അവിടെ കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കണക്ട് കുണ്ട്ര എന്ന് പറഞ്ഞുള്ള വലിയൊരു പദ്ധതിയൊക്കെ PC വിഷ്ണു അത് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് പാർട്ടിക്കാർ തന്നെ, അതായത് ശക്തമായിട്ട് പാർട്ടിയുള്ള സ്ഥലമാണ്. പഞ്ചായത്തുകൾ തന്നെ പലപ്പോഴും PC വിഷ്ണു അത് ഇപ്പൊ ആംബുലൻസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ MLA-യുടെ ആംബുലൻസ് ഞങ്ങൾക്ക് വേണ്ട, ലൈറ്റ് വെച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ MLA-യുടെ ലൈറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഇത്തരത്തിലൊരു രീതിയും അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ജനങ്ങൾ കണ്ടിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അത് തീർച്ചയായിട്ടും ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത, വലിയ വിഭാഗീയത. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, MS താര, VS ജിതിൻ ദേവ് ഇവരെത്രയാണ് മത്സരിക്കുന്നത്. അല്ല, ജിതിൻ ദേവ് NDA-യുടെ കാൻഡിഡേറ്റ് ആണ്. താരയാണ് CPI-യുടെ ഏതെങ്കിലും അറിയപ്പെടുന്ന നേതാവിന്റെ ആരെങ്കിലും? ഇല്ല, സ്വാഭാവികമായിട്ടും അവിടെ അറിയുന്ന ഒരു നേതാവാണ് താര. അപ്പോ എന്ത് തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് CR മഹേഷ് തന്നെ അനുകൂലമായ തെരഞ്ഞെടുപ്പാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന, എനിക്കൊന്നു കൊല്ലത്താണ് 2 സെലിബ്രിറ്റി മണ്ഡലങ്ങളുള്ളത്. ഒന്ന് കൊട്ടാരക്കരയും ഒന്ന് പത്തനാപുരവുമാണ്. കാരണം എല്ലാ ചർച്ചകളിലും ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന 2 മണ്ഡലങ്ങളാണ് കൊട്ടാരക്കരയും പത്തനാപുരം. ഇപ്പോ കൊട്ടാരക്കരയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ തന്നെ ഒരുപാട് ചർച്ചകൾ എടുത്തിയാണ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അവിടെ ബാലഗോപാല് അരിവാൾ ഭയക്കുന്നുണ്ട്. അതെ, ബാലഗോപാൽ ഭയക്കുന്നുണ്ട്. അതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച ആളുകൾ. ഒന്ന് ബാലഗോപാൽ കഴിഞ്ഞ തവണ, അതിനു മുമ്പിട്ട് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിലുണ്ടായിരുന്ന ഒരാൾ BJP-യിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ട്വിസ്റ്റ് നിറഞ്ഞൊരു രാഷ്ട്രീയമാണ്. കാര്യം വ്യക്തിപരമായ വോട്ട് 3 കൂട്ടർക്കും കിട്ടും. അതില് കൂടുതൽ ഒരു പ്രയോറിറ്റി ഉള്ളത് ഐഷ പോറ്റിക്ക് തന്നെയാണ്. ജനപിന്തുണ, അവരൊരു സൗമ്യ മുഖമാണ്, ജനങ്ങളോടുള്ള പെരുമാറ്റം, അവർ ചെയ്തു വെച്ചിട്ടുള്ള വികസനങ്ങൾ, അത് നമ്മള് മറക്കരുത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു പേരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മണ്ഡലം വിഭജിക്കുന്ന ഒരു MP മണ്ഡലം പിടിച്ചെടുക്കാന്ന് അല്ല, കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. ഈ കൊട്ടാരക്കര മണ്ഡലം ഇപ്പോ ഒന്ന് MP പ്രദാനം ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. MP-ക്ക് ശക്തമായിട്ട് വേരുള്ളൊരു മണ്ഡലമാണ് അവിടെ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് MP ചോദിക്കും. അതേപോലെ തന്നെ വേറെ പാർട്ടികൾ പല നമുക്കറിയാലോ, കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തന്നെ ചോദിക്കും. പക്ഷെ ഇത് ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഐഷ പോറ്റി എന്നൊരു പേരിലേക്ക് വന്നു. പ്രധാനപ്പെട്ട കാരണം കുറെ വർഷങ്ങളായിട്ട് CPM ആണ് ഭരിക്കുന്നത്. ഒരു 1/4 നൂറ്റാണ്ടോളം നമ്മുടെ ബാലകൃഷ്ണപിള്ള, ഗണേഷ് കുമാറിന്റെ അച്ഛൻ മത്സരിച്ച ഒരു മണ്ഡലമായിരുന്നു. അവിടെ നിന്നാണ് ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവ്
പിടിച്ചെടുക്കുന്നു. പിന്നീട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ 48,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് നിയമസഭയിൽ ഏറ്റവും ഭൂരിപക്ഷം ആ തവണ അവർക്ക്. അതെ, അത് കഴിഞ്ഞിട്ട് കറിവേപ്പില പോലെ CPM അങ്ങനെയാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ അവർ ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. അതെ, ശരിയാണ്. അതിനുശേഷം ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്താണ് ഏറ്റവും വലിയ തെറ്റായിട്ട് അവർ പറഞ്ഞത്. അതെ, എന്ത് തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി തൂക്കുമെന്ന് തന്നെയാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ളൊരു കണക്ക് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബാലഗോപാലും ഐഷ പോറ്റിയും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. അല്ല, ബാലഗോപാലിനേക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ രണ്ടുപേരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ഐഷ പോറ്റിക്ക് കിട്ടുന്ന ഒരു ജനപിന്തുണ. അല്ല, രാഷ്ട്രീയത്തിന് അതീതമായി അവർക്ക് വോട്ട് കിട്ടും. ബാലഗോപാൽ 5 കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഐഷ പോറ്റിയെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു എല്ലാവരുമായി ഇടപഴകുന്നുണ്ട്, ഒരു സൗമ്യ മുഖമായതുകൊണ്ട് ആളുകൾക്കെല്ലാം പെട്ടെന്ന് നിന്ന് അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ മാം എനിക്കൊരു ചേച്ചി എനിക്കൊരു സഹായം ചെയ്യണം, ആക്സസ് ഉണ്ട്, ആക്സസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴും അവര് പാർട്ടിയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും അവരുടെ അടുത്തേക്ക് നിറയെ ആളുകൾ അവര് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞാൽ അത് ശരിയാക്കി കൊടുക്കും. അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങൾ അവര് പറഞ്ഞല്ലോ. ഒരു ഉമ്മൻചാണ്ടിയുടെ അടുത്തൊക്കെ തന്നെ എത്രയോ കാര്യങ്ങള് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ അവരുടെ അത് മാത്രമല്ല എത്ര വർഷത്തെ ബന്ധമാണ് ആളുകളുമായി ബന്ധപ്പെട്ട്. അതെന്താണെങ്കിലും അവർക്ക് നല്ല വക്കീലൂടെയാണ്. അതെ, അതെന്തായാലും അവർക്ക് ഗുണം ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കരയും UDF-ന്റെ ഒപ്പം നിർണായക ഘടകമല്ലേ? NSS ആണെങ്കിൽ പോലും ഐഷ പോറ്റിയോട് ഒരു പിന്തുണ ചോദിക്കുന്നത്. NSS നിർണായക ഘടകമല്ലേ? NSS-ന്റെ വോട്ടുകൾ ഉണ്ട്, എന്നാലും ന്യൂനപക്ഷവും ഉണ്ടല്ലേ? വളരെ കുറച്ച് വ്യത്യസ്ത മണ്ഡലമാണ്. കേരളത്തിലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയം കൈയാളുന്ന ഒരു മണ്ഡലമാണ്. അതാണ് കൊട്ടാരക്കരയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ കൊട്ടാരക്കരയെ പോലെ തന്നെ വേരുള്ള ഒരു സ്ഥലമാണ് പത്തനാപുരം. ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്നു കൊട്ടാരക്കരയും പത്തനാപുരം. ഇവിടെയാണ് ഇപ്പൊ 2 സെലിബ്രിറ്റി മണ്ഡലങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കൊല്ലത്ത് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2 മണ്ഡലങ്ങൾ അത് തീർച്ചയായിട്ടും ഇന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം രാഹുൽ മാങ്കൂട്ടും ഗണേഷ് കുമാറുമായിട്ടുള്ള താരതമ്യം അതെന്താ നാട്ടുകാരനാണല്ലോ. രാഹുൽ അടൂരാണ് വരുന്നത്, പത്തനംതിട്ട അടുപ്പിച്ചാണ്. അപ്പൊ എന്താണെങ്കിൽ അടുത്ത് കിടക്കുന്ന ഒരാളാണ് രാഹുൽ. അപ്പോ സ്വാഭാവികമായിട്ടും പത്തനാപുരത്തേക്ക് വരികയാണെങ്കിൽ പത്തനാപുരത്തിന്റെ ഒരു കണക്കനുസരിച്ച് ഗണേഷ് കുമാർ ഇപ്രാവശ്യം അടി കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഒന്ന്, NSS കൈയൊഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും. ഭാര്യ കൈയൊഴിഞ്ഞു, താലൂക്ക് യൂണിയൻ കൈയൊഴിഞ്ഞു. അങ്ങനെ അല്ല, ഭാര്യ അദ്ദേഹമായിട്ട് ഇപ്പൊ കോംപ്രമൈസ് ആയല്ലോ. അല്ല, അത് കോംപ്രമൈസ് ആയെങ്കിലും 5000 പ്രണയങ്ങള് ഇതെല്ലാം അവിടെ കിടക്കും. കാണക്കൊണ്ടുള്ള ഒരു കോംപ്രമൈസ് ആയിരിക്കും. ബാക്കിയൊക്കെ വീണ്ടും സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവിടെ നിൽക്കല്ലേ. ഒരു കഴിഞ്ഞ ദിവസം നമ്മള് ജ്യോതിർഘോഷ് സാറുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് മൂല്യങ്ങൾ. ജനങ്ങൾ മൂല്യങ്ങൾ കൂടെ വെക്കുന്ന ഒരാളുകളാണ്. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെങ്കിലും ഒരു മൂല്യം കൊടുക്കും. പക്ഷെ രാഹുൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പെൺവിഷയ കഥകൾ ഒരു ചാർത്തലായിട്ട് പറയുകയാണല്ലോ. ഒരു ചാർത്തൽ, ഒരു ക്രെഡിറ്റ് പോലെ ക്രെഡിറ്റ് പോലെ നമ്മുടെ സമൂഹം അങ്ങനെ ഒരു ചാർത്തൽ, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ കൊടുക്കുന്നത്. അത് അങ്ങനെയാണ്. ഇപ്പൊ എന്താണെങ്കിലും പത്തനാപുരത്ത് വരുമ്പോ പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വികസനങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്, LDF സർക്കാർ. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് 3 ടൈം ഗണേഷ് കുമാർ UDF-നോടൊപ്പം ഉണ്ടായിരുന്ന വികസനവും പിന്നീട് 2 വർഷം LDF-ൽ വന്നതിന് ശേഷമുള്ള വികസനവും. അപ്പൊ ഗണേഷ് കുമാറിന്റെ 2 കാലഘട്ടത്തിലെ വികസനങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ UDF-ന്റെ കാലത്ത് നിന്നാണ് പറയുന്നത്. അതെ, ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും കാലഘട്ടത്താണ് യഥാർത്ഥത്തിൽ പത്തനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ആ ഒരു കാലഘട്ടത്തിലാണ്. അതെ, AK ആന്റണിയുടെ കാലഘട്ടത്തിലാണ് പത്തനാപുരം എന്ന് പറയുന്ന ഒരു മണ്ഡലം തന്നെ അതായത് ആ രീതിക്ക്. പിന്നീട് താലൂക്ക് യൂണിയൻ വരെ ഉണ്ടാകുന്ന ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഒരു അങ്ങനെ താലൂക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും. അങ്ങനെ വ്യത്യസ്തമായിട്ട് പത്തനാപുരത്ത് വികസനങ്ങൾ കൊണ്ടുവരുന്നതും ഉമ്മൻചാണ്ടിയുടെ ഒരു കാലഘട്ടത്തിലാണ്. പിന്നീട് അങ്ങോട്ട് അതിന്റെ ബാക്കി പത്രങ്ങൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കുറേയേറെ സ്കൂളുകളൊക്കെ പണിതിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്തും വലിയ രീതിയിലുള്ള അഴിമതികൾ ആരോപിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ആശുപത്രി കെട്ടിടം പണിതു. അത് കെട്ടിടം മൊത്തത്തിൽ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആയുർവേദ കെട്ടിടം, ആയുർവേദ ഹോസ്പിറ്റലിൽ പണിയുന്നത്. അത് മാത്രമല്ല, അതിനുശേഷമാണെങ്കിൽ പോലും ഇപ്പം ഗണേഷ് കുമാറുമായിട്ടുള്ള ഇപ്പം അദ്ദേഹം വികസനമാണ് പറയുന്നത്. കോൺഗ്രസ് ചോദിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലല്ലാതെ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന എന്ത് വികസനമാണ് പറയാനുള്ളത്. ഇതാണ് അവിടെ നടക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാലയെ അവിടെ എടുത്തു പറയേണ്ടി വരും. കാര്യം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് മണ്ഡലത്തിൽ തീർച്ചയായിട്ടും അവിടെ 5 കൊല്ലം കൊണ്ട് പണിയെടുക്കുന്നു. നമ്മൾ കരുനാപ്പള്ളിയിൽ CR മഹേഷിന് കിട്ടിയ പോലെ ഒരു വോട്ട് അദ്ദേഹത്തിന് വരാനുള്ള സാധ്യത. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം, 5 അക്കം ഭൂരിപക്ഷം കടക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ഒപ്പീനിയൻ എടുക്കാൻ പോയതിൽ നമ്മുടെ രോഹിതിന്റെ ഭാഷയിൽ കൊച്ചേട്ടന്മാര് സംസാരിച്ചെന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് അത് വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ലല്ലോ. ഏത് വിധേനയും ജ്യോതികുമാർ ജയിക്കുക എന്നുള്ളത് ഭരണവിരുദ്ധ വികാരവും അവിടെ അതേപോലെ തന്നെ ഉണ്ട്.
അപ്പോ അങ്ങനെയാണെങ്കിൽ പത്തനാപുരവും അതിന്റെ കൂടെ ഒലിച്ചു പോകും എന്ന് തന്നെയാണ്. പത്തനാപുരവും പെടും. അപ്പോ പത്തനാപുരം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊല്ലത്തേക്ക് വരികയാണ്. ഇപ്പൊ നമുക്കറിയാം കൊല്ലം ഒരു വ്യത്യസ്തമായിട്ടുള്ള മണ്ഡലമാണ്. കാരണം മുകേഷ് ആയിരുന്നു 2 ടൈമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു MLA എന്ന് പറയുന്നത്. അപ്പം CPIയുടെ കോട്ടയാണ്. CPMന്റെ കോട്ടയാണ്. കശുവണ്ടി തൊഴിലാളികളൊക്കെ ഉള്ള ഫാക്ടറി ഉള്ള സ്ഥലം അവിടെ. അതെ, കൊല്ലത്ത് തന്നെയാണ്. ടൗണില് കൊല്ലത്തെ സംബന്ധിച്ചല്ല, കൊല്ലം ജില്ലയിൽ മുഴുവൻ ഒരുപാട് കശുവണ്ടി ഫാക്ടറികളും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ആ ഭാഗം തന്നെ അവിടെ വരുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ കൊല്ലത്തെ സംബന്ധിച്ച് ഇപ്രാവശ്യം മത്സരിക്കുന്നത് ബിന്ദു കൃഷ്ണയാണ്. അപ്പോ ബിന്ദു കൃഷ്ണയും S ജയമോഹനും ഡോക്ടർ പ്രദീപ് കുമാർ, അങ്ങനെ 3 പേരാണ് മത്സരിക്കുന്നത്. അതില് കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ്. അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം മുകേഷിന്റെ സമയത്ത് ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള വിഷയങ്ങൾ, റോഡ്, അദ്ദേഹത്തിന്റെ വികസനങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസ്റ്റ് ആദ്യം കിട്ടിയ ലീഡ് മോഗേഷിന് രണ്ടാമത് കുറവായിരുന്നു. അതെ അതെ, സ്വാഭാവികമായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം വികസന പ്രവർത്തനങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. 2ാം ഭാഗത്തും ചെയ്തില്ല, 1ാം ഭാഗത്തും ചെയ്തില്ല. പക്ഷെ പാർട്ടി കോട്ടയായതുകൊണ്ട് പണിയെടുത്ത് ജയിപ്പിച്ചതാ. അവിടുത്തെ പാർട്ടിക്കാർ പണിയെടുത്ത് പാർട്ടി കോട്ടയായതുകൊണ്ട് അദ്ദേഹം 2 തവണയും ജയിച്ചു. പക്ഷെ ഇത്തവണ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനാണ് കൂടുതൽ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ബിന്ദു കൃഷ്ണ ഒരു 10 കൊല്ലമായിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും മുകേഷിനോടാണ് മത്സരിച്ചത്. ഇത്തവണ S ജയമോഹനോടാണ് മത്സരിക്കുന്നത്. അപ്പം ഇത്രയും കൊല്ലമായിട്ട് അവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ചിലപ്പോൾ പണിയെടുത്തതിന്റെ ഫലം ജനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വിജയത്തിലേക്ക് ബിന്ദുകൃഷ്ണൻ ജയിക്കണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചാൽ അങ്ങനെ സംഭവിക്കും. സ്വാഭാവികമായിട്ടും ബിന്ദുകൃഷ്ണ വിജയിക്കുമോ ഇല്ലയോ എന്നൊരു സംശയം ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. വലിയൊരു ഒഴുക്കാണ് വരുന്നതെങ്കിൽ കൊല്ലവും അതിന്റെ കൂടെ ബിന്ദുകൃഷ്ണൻ ഇത്തവണ ജയിക്കണം. കാരണം 2 തവണ അവർ അടിവർക്കിൽ പണി നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കൊല്ലം കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് സാധാരണക്കാരുടെ ഇടയിൽ. പക്ഷേ കൊല്ലത്ത് അടിവർക്കിൽ കോൺഗ്രസ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ബിന്ദുകൃഷ്ണൻ അത് മാത്രമല്ല, ഇപ്പോ നമ്മള് പറഞ്ഞതുപോലെ തന്നെ കരുനാപ്പള്ളിയിൽ എങ്ങനെയാണോ CR മഹേഷ് നിന്നത് അതേപോലെ തന്നെ അവരും വർക്ക് ചെയ്തു. തീർച്ചയായിട്ടും. ആര് പറയുന്നത് ഇതെല്ലാം ഒരു രഹസ്യമായിട്ട്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് 5 കൊല്ലവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മരണങ്ങൾക്കാണെങ്കിലും കല്യാണങ്ങൾക്കാണെങ്കിലും എല്ലാ പരിപാടികളും അവിടെ ഉണ്ടായിരുന്നു. താല്പര്യമുള്ളൊരു നേതാവ് തന്നെയാണ്. അതീതമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും കൊല്ലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. പ്രത്യേകിച്ച് ആ ഇടം എന്ന് പറയുന്നത്, ആ സ്ഥലം CPM, CPI, RSP ഒക്കെ ഉള്ളൊരു മണ്ഡലമാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുള്ള ഒരു സാഹചര്യമാണ് കൊല്ലത്തുള്ളത്. അതേപോലെ നമ്മൾ പറയേണ്ട ഒരു മണ്ഡലമാണ് ചവറ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും വിചാരിച്ചിരുന്നത് ഷിബു ബേബി ജോൺ തന്നെ വിജയിക്കുമെന്നായിരുന്നു. പക്ഷേ സുജിത്ത് വിജയമുള്ള കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്രാവശ്യം അവർ തമ്മിൽ തന്നെയാണ് മത്സരം. എന്താണെങ്കിലും ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വികസനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞില്ല, ഒരു മുഖമാവാൻ കഴിഞ്ഞില്ല. അപ്പോ അവരുദ്ദേശിച്ച പോലെ ഒരു മുഖമാവാൻ കഴിയാത്ത രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ലാത്ത ആളാണ്. അതെ, പക്ഷേ ഷിബു ബേബി ജോൺ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും സേഫ് സോൺ കൊടുക്കാമെന്ന് പാർട്ടി പറഞ്ഞതാണ്, UDF പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇങ്ങും വേണ്ട, എനിക്ക് ചവറ തരുകയാണെങ്കിൽ എനിക്ക് ചവറ മാത്രം മതി. കാരണം അദ്ദേഹവും ചവറയുമായിട്ടുള്ള ആത്മബന്ധം. അപ്പോ എന്താണെങ്കിലും ചവറയും ഇപ്രാവശ്യം UDF കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും ഉറപ്പാണ്. പിന്നീട് നമ്മൾ വരികയാണെങ്കിൽ കുന്നത്തൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ കൊല്ലങ്ങളിൽ നടന്ന പോലെ ഒരു മത്സരം തന്നെയാണ്. അവിടെ ഉല്ലാസ് കോവൂർ കുഞ്ഞുമോനും തമ്മിലാണ് മത്സരം. 2 പേരും ബന്ധുക്കളാണ്. ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ കോവൂർ കുഞ്ഞുമോനാണ് അവിടെ കുറെ വർഷമായിട്ടുള്ള MLA, 25 കൊല്ലമായിട്ട് അദ്ദേഹം തന്നെയാണ് അവിടുത്തെ MLA. ഒരു LDF മണ്ഡലമാണ്. CPM-ഉം CPI-യും ശക്തമായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ അതെ, RSP ആണ്. RSPക്ക് കൊടുത്തിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പൊ അദ്ദേഹം തോറ്റു പോവുകയാണെങ്കിൽ അടുത്ത വരുന്നുണ്ട് ചിലപ്പം LDF CPM ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ അവിടെ ഉല്ലാസ് കോവൂർ ഇപ്രാവശ്യം ശക്തമായിട്ടൊരു മത്സരം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഈ 10 കൊല്ലം കൊണ്ട് നമ്മള് CR മഹേഷിന്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാവരും CR മഹേഷിനെ കണ്ടുപഠിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് നിന്ന് എല്ലാ ഇടങ്ങളിലേക്കും പോയി. അതൊരു നല്ല കാര്യമാണ് കേട്ടോ, മണ്ഡലത്തെ ആൾക്കാർ അറിയുന്നത്. സത്യം. മറ്റേ എതിരാളിക്ക് വലിയ പേടിയോ അത്. പിന്നെ നമ്മളിപ്പോ കൊല്ലം ജില്ലയെ കുറിച്ചാണ് പറയുന്നത്. ഏത് കൊല്ലം? അതെ, LDF-ന്റെ കൊല്ലം. അതെ, തീർച്ചയായിട്ടും. CPM കൃത്യമായിട്ട് ഭരിക്കുന്ന CPM പാർട്ടി കോട്ടകളുള്ള LDF-ന്റെ കൊല്ലത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നത്. ഇപ്പൊ സംസാരിച്ചു വന്നപ്പം
കൊല്ലം ഒരു UDF മണ്ഡലമായി മാറുകയാണ്. അത് മാറാനുള്ള സാധ്യതകളാണ്. അപ്പൊ അല്ല, ഇത്രയും വലിയൊരു മുന്നേറ്റം കോൺഗ്രസ് അവിടെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ത്രിതല പഞ്ചായത്തിലെ വലിയ മുന്നേറ്റം തന്നെ ഒരു മാറ്റത്തിന്റെ നല്ലൊരു ലക്ഷണം തന്നെയാണ്. അപ്പോ അതേപോലെ തന്നെ ഒരു പുനലൂർ മണ്ഡലം, പുനലൂർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. കാരണം സഞ്ജയ് ഖാനെ KC വേണുഗോപാൽ കെട്ടിപ്പിടിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു നല്ല മാറ്റമാണ്. അതെ, സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു സഞ്ജയ് ഖാന്റെ പേര് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ എന്താണെങ്കിലും സീറ്റ് കിട്ടേണ്ട ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഒന്ന് മാറിക്കൊടുക്കാൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഇതുവരെ കിട്ടില്ല. ഘടകകക്ഷികളാണ് കൂടുതലും ഭരിച്ചു പോകുന്നത്. അപ്പോ അവിടെ ഇപ്പോ പുനലൂർ മത്സരിക്കുന്നത് നൌഷാദ് യൂനസ്, അജയ് പ്രസാദ് C, അഡ്വക്കേറ്റ് B രഘുനാഥൻ പിള്ളை, ഈ 3 പേരാണ് മത്സരിക്കുന്നത്. BJPക്ക് അവിടെ വലിയ പേരോട്ടമൊന്നും ഇല്ല. പക്ഷെ LDF CPI മണ്ഡലമാണ്. CPI ആണ് എല്ലാ തവണയും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നൌഷാദ് യൂനസ് മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് ആണ്. അപ്പൊ മുസ്ലിം ലീഗും LDFും തമ്മിലാണ് ഒരു മത്സരം വരുന്നത്. കഴിഞ്ഞ തവണയും വലിയ രീതിയിലുള്ള മത്സരം ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്താണെങ്കിലും CPIക്ക് അനുകൂലമായിട്ടൊരു മണ്ഡലമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ല, അവിടെ കോൺഗ്രസിന്റെ വിഷയം ഘടകകക്ഷികളുടെ വിഷയം തീർത്തെങ്കിൽ ലീഗ് അത്ര കണ്ട ഒരു അല്ല, അതാണ് ഇനിയുള്ള ഏറ്റവും വലിയ ചോദ്യം. ലീഗിന് ഇനി എങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യം. അവരുടെ നേതാവും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ സംസാരിച്ച അണികൾക്ക് ഒരു സന്ദേശം, കോൺഗ്രസ്സുകാർ പണിയെടുത്ത് കഴിഞ്ഞാൽ വലിയ നല്ല ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു സന്ദേശം കിട്ടിയാൽ അതെ, ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടത്താൻ വേണമെങ്കിൽ അവിടെ പിന്നീട് അത് LDFന് വേണമെങ്കിൽ CPIക്ക് എടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ നല്ല പാർട്ടി ശക്തമായിട്ട് വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അതെ, CPIക്കും CPMനും. ഈ കൊല്ലത്തിന്റെ പ്രത്യേകത ഇതാണ്, എല്ലാ മണ്ഡലത്തിലും CPMും CPI ഉണ്ട്. രണ്ടുപേർക്കും ശക്തമാണ്. രണ്ടുപേരും തമ്മിലാണ് ഫൈറ്റ്. അതായത് രണ്ടുപേർക്കും തമ്മിൽ കണ്ടുകൂടാ. CPIക്കും CPMനും തമ്മിൽ കണ്ടുകൂടാ. പുനലൂര് നമ്മൾ വിട്ടുപോകുന്നൊരു വിഷയമുണ്ട്. പുനലൂരിൽ ഇതിനു മുമ്പോട്ട് CPMും CPIയും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. ഭയങ്കര ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നട റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം, പ്രകടനം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പ്രകടനം നടത്തി ചീത്ത വിളിക്കുന്ന, അതെ, ആ ഒരു വിഷയം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും വിധത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ളൊരു സംശയം. അല്ല, പക്ഷെ അത് ഉണ്ട് കേട്ടോ. കാര്യം ഈ PM ശ്രീ വിഷയം അല്ലാതെയൊക്കെ അതെ അല്ലല്ല, അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോ CPMന്റെ പല നിലപാടുകളാണെങ്കിൽ പോലും CPM ഒരു ഏകാധിപത്യ നിലപാട് പോലെയാണ്. അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊ CPIക്ക് ഉണ്ട്. അതെ, CPI ശക്തമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോ ക്യാമ്പസ് രാഷ്ട്രീയം അവിടെ നല്ല ശക്തമായിട്ട് പോകുന്ന SN കോളേജ് ഉണ്ട്. പൊതുവിൽ CPMനോട് CPI ഇടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ. അല്ല, അവിടെ കൂടുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ടാണ് സംഘർഷങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നത്. ഇപ്പം SN കോളേജുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതലും അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും സംഘർഷത്തിലേക്കും കലാശിക്കുന്നത്. അപ്പോ വേണമെങ്കിൽ അത് LDFന് കൊടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് എന്റെ ഒരു അനാലിസിസ്. പിന്നെയുള്ളത് ചടയമംഗലമാണ്. ചടയമംഗലത്ത് MM നസീറും J ചിഞ്ചുറാണിയുമാണ് മത്സരിക്കുന്നത്. മന്ത്രി ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരും. കഴിഞ്ഞ തവണയും ഇതേ മത്സരം തന്നെയാണ്. നമ്മള് പറഞ്ഞു വന്നത് CR മഹേഷ് എങ്ങനെയാണെന്നുള്ളത് അതേപോലെ തന്നെയാണ് ഇവരെല്ലാം. ഈ കോൺഗ്രസിന്റെ ഇവരെല്ലാം കഴിഞ്ഞ തവണയും മത്സരിച്ച ആളുകളാണ്. MM നസീറൊക്കെ. അതെ. അപ്പോൾ അവർക്കെല്ലാം ഈ മണ്ഡലങ്ങൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഇവർ പണിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം CPMലെ മന്ത്രി എന്ന രീതിയിൽ ചെഞ്ചുറാണി അത്ര വലിയ പെർഫോമൻസ് ഇല്ലായിരുന്നു. വലിയ ജനങ്ങൾക്ക് വലിയ പ്രീതി ഇല്ല. സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് തന്നെ വിമർശനം ഉണ്ട് അവർക്ക്. സ്വന്തം അവിടെ മറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത്. CPMന്റെ വോട്ട് തന്നെ ചിലപ്പോൾ മറിഞ്ഞാലും അതെ, സ്വാഭാവികമായിട്ടും ചിഞ്ചുറാണിയെ മടുത്തു തുടങ്ങി അവിടുത്തെ ചിഞ്ചുറാണി തോൽക്കുന്ന മന്ത്രിമാരിൽ ഒരാളാണെന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ട്. അതെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ MM നസീർ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് വലിയൊരു മാറ്റമായിരിക്കും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോ അതും UDFിലേക്ക് വരികയാണ്. പിന്നീടുള്ളത് ഇരവിപുരം. നമ്മൾ ഇരവിപുരത്തേക്ക് വരികയാണെങ്കിൽ വിഷ്ണുമോഹനും നൌഷാദുമാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇരവിപുരം എന്ന് പറയുന്നത് ഒരു LDF മണ്ഡലമാണ്. വിഷ്ണുമോഹൻ എന്ന് പറയുന്നത് RSPയുടെ കാൻഡിഡേറ്റ് ആണ്. സ്വാഭാവികമായിട്ടും അവിടെ LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന തർക്കം ഉണ്ടായത്. അതെ, എന്താണെങ്കിലും നൌഷാദ് ജയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് അവിടെ. പാർട്ടി അണികൾ തിരിച്ചു വോട്ട് കുത്തിയാണ്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ നിങ്ങൾ ആരും ചിരിക്കാതെ ഇരിക്കരുത്, അവർ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കൂ, അവരാണ് നമ്മൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഇരവിപുരത്തെയും സാഹചര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും, അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്താൽ വിജയിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ടൈമിൽ അവിടെ MLA. അതെ. അപ്പോ ഇരവിപുരവും LDFന്
എടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ്, LDFന്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. പിന്നീട് വരികയാണെങ്കിൽ ചാത്തന്നൂർ സൂരജ് രവി, R രാജേന്ദ്രൻ, BB ഗോപകുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു LDF മണ്ഡലം തന്നെയാണ്. എങ്ങനെ വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നു. വേറെ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ പറഞ്ഞു കേട്ടതാണ്. അതെ, സൂരജ് രവിയിലേക്ക് എത്തി. സൂരജ് രവി അവിടെ തന്നെ ഉള്ള ഒരാളാണ്. ചന്ദ്രശേഖരന്റെ പേരൊക്കെ പറഞ്ഞതാണ്. അതെ, സ്വാഭാവികമായിട്ടും എന്താണെങ്കിലും UDFന് ഒരു ലക്ഷ്യം കാണും. അപ്പൊ UDFനെ സംബന്ധിച്ച് ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റിനെ തന്നെയാണ്. ചില സ്ഥലങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ മത്സരിച്ചവർ തന്നെയാണ് കൂടുതലുള്ളത് UDFല്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരോട് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ അവിടെ തന്നെ നിന്ന് കൃത്യമായിട്ട് 5 കൊല്ലം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജനങ്ങൾക്ക് പരിചിതമായ മുഖമാവട്ടെ. അതെ, കാരണം എല്ലാവരും കഴിഞ്ഞ തവണ ഫസ്റ്റ് ആയിരുന്നു. ഇനി അങ്ങോട്ട് മത്സരിക്കുന്ന സമയത്ത് അവർക്ക് സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വിജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ പുനലൂർ, ഇരവിപുരം, ചാത്തന്നൂർ ഈ 3 മണ്ഡലവും LDFനോടൊപ്പം തന്നെ പോകാനുള്ള സാഹചര്യമാണുള്ളത്. പിന്നീട് നമ്മൾ വന്നു കഴിഞ്ഞാല് കൊല്ലം, ചടയമംഗലം, അതേപോലെ തന്നെ കുന്നത്തൂര്, ഈ 3 മണ്ഡലവും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ്. UDFന് വേണമെങ്കിൽ, അതായത് ഒരു UDF ഒഴുക്കാണെങ്കിൽ UDFനോടൊപ്പം ഈ 3 മണ്ഡലങ്ങളും പോകും. അപ്പോ വിജയിക്കുന്ന മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് കരുനാഗപ്പള്ളി, ചവറ, കൊട്ടാരക്കര, പത്തനാപുരം, കുണ്ട്ര ഈ 5 മണ്ഡലവും UDFനോടൊപ്പം തന്നെ നിൽക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു അനാലിസിസ് പ്രകാരം പറയാൻ കഴിയും. കഴിഞ്ഞ തവണ കിട്ടിയ 2 സീറ്റിനേക്കാൾ എന്തുകൊണ്ടും കൂടുതൽ സീറ്റ് കിട്ടും. ഏകദേശം ഒരു 7-8 സീറ്റ് എന്താണെങ്കിലും കോൺഗ്രസ് കൊല്ലത്ത് നിന്നും പിടിക്കും. അങ്ങനെയാണ് ട്രെൻഡ് എങ്കിൽ UDF 100-ന് മുകളിൽ സീറ്റിൽ യഥാർത്ഥത്തിൽ വിജയിക്കും. തിരുവനന്തപുരവും ആലപ്പുഴയും പത്തനംതിട്ടയാണ് ഭരണം തീരുമാനിക്കുന്നത്. അതെ. അല്ല, സ്വാഭാവികമായിട്ടും കൊല്ലത്തിനെ സംബന്ധിച്ച് കേരളത്തെ മുഴുവൻ കേന്ദ്രീകരിച്ച് വിജയ സാധ്യത പറയാനുള്ള ഒരു ട്രെൻഡ് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം എല്ലായിടത്തെയും ഒരു രാഷ്ട്രീയം ഇടകലർന്നാണ് കൊല്ലത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോ അത് മാത്രമല്ല LDFന്റെ ഉറച്ച കോട്ടയാണ്. അപ്പൊ ഉറച്ച കോട്ട ഒഴുകി പോകുകയാണെങ്കിൽ, അല്ല തദ്ദേശത്തെ ഒരിക്കലും LDF വിചാരിച്ചല്ല UDFന് കിട്ടും. നമ്മളുടെ ഈ കണക്ക് പ്രകാരം 7 തൊട്ട് 8 സീറ്റ് വരെ കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും 100-ന് മുകളിൽ സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. വലിയ വിജയമായിരിക്കും. അതെ, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലാണ് കണക്ക് വരുന്നത്. 5 സീറ്റ് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ 5 സീറ്റ് പിടിക്കുകയാണെങ്കിൽ പോലും ഒരു 65-70 സീറ്റിലേക്ക് എത്തും. ഉറപ്പായിട്ടും എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും എന്തായാലും വരുന്ന ആളുകളിൽ നമുക്ക് ബാക്കി അപ്ഡേഷൻ പറയാം. കുറച്ച് ദിവസങ്ങളെ ഉള്ളെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നടക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയും. മണിക്കൂറുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതെ, ചിലപ്പം ഇലക്ഷന്റെ തലേ ദിവസമായിരിക്കും പെട്ടെന്നൊരു ട്രെൻഡ് മാറ്റം ഉണ്ടാകുന്നത്. എന്താണെങ്കിലും നമുക്ക് എന്തായാലും ആന്റി ഇൻകംബൻസി പ്രതിഫലിക്കും, അത് ഉറപ്പാണ്. നമുക്ക് നോക്കാം. അപ്ഡേഷൻ നമുക്ക് തുറന്നു ഇരിക്കാം. അതെ.